എന്തായാലും കൊള്ളാം കേട്ടോ. ഇവിടെ ഞാൻ വന്നിട്ട് മൂന്നാമത്തെ പ്രാവശ്യമാണേ സ്നോ വീഴുന്ന കാണുന്നത്. സൂപ്പറാണ്, സൂപ്പർ, അടിപൊളി, കൊള്ളാം. മോർണിംഗിൽ നന്നായിട്ട് ഇങ്ങനെ പെയ്യുന്നുണ്ടായിരുന്നു. ദൈവമേ, ഞാൻ പോകുന്ന വിലക്ക് കുളത്തിലേക്കാണോ എന്ന് അറിയത്തില്ല. നടന്ന് സ്നോ കണ്ടിങ്ങനെ പോയി. ഇവിടെയൊക്കെ ഇങ്ങനെ എന്താ പറയുക, നമ്മുടെ നാട്ടിലെ ചതുപ്പ് പാടങ്ങളില്ലേ, അതുപോലെ. അയ്യോ എൻ്റെ ഷൂ പോയി. സോ ഞങ്ങൾ പോട്ടെ. ഹായ്, ഹലോ. ആക്ച്വലി ഞാൻ ഇന്ന് ഇവിടെ ഒരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റിൽ വന്നിരിക്കുകയാണ്. എനിക്ക് പേര് ഞാൻ ശ്രദ്ധിച്ചില്ല, ആക്ച്വലി നോക്കിയിട്ട് പറയാം കേട്ടോ. അപ്പം കുറച്ച് ഫുഡെല്ലാം ഇപ്പോൾ ഓർഡർ ചെയ്തു. അപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടം ബട്ടർ നാനും ബട്ടർ ചിക്കനും, പിന്നെ നമ്മുടെ എക്സ്പെഷ്യൽ ഒരു സാധനമുണ്ട്, നമ്മുടെ മസാല ദോശ ആൻഡ് പ്ലെയിൻ ദോശ, അത് രണ്ടും ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പം നോക്കിയിട്ട് ടേസ്റ്റ് നോക്കിയിട്ട് പറയാം. ഇത് കണ്ടിട്ട് കുഴപ്പമില്ല. നമ്മുടെ ലൈക്ക് ഈ യൂറോപ്യൻ സ്റ്റൈലിലാണെങ്കിലും ഇൻറ്റീരിയർ വർക്കൊക്കെ യൂറോപ്യൻ സ്റ്റൈലൊക്കെ തന്നെയാണ്, അടിപൊളിയാണ് കാണാനായിട്ട്. ഞാൻ കാണിച്ചു തരാം, ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് കാണിച്ചു തരാം. കണ്ടിട്ട് നല്ല ഭംഗിയാണ്, ബ്യൂട്ടിഫുള്ളായിട്ട് തോന്നുന്നു. അതിൻ്റെ ഇൻറ്റീരിയർ വർക്ക്, ഫ്ലോറിങ് എല്ലാം സൂപ്പറാണ്. പിന്നെ നമ്മൾ മാത്രമല്ല ഇവിടെ ഫുഡ് കഴിക്കാൻ വരുന്നത്, നമ്മുടെ ഇന്ത്യൻസ് മാത്രമല്ല, എല്ലാം ഇവർക്കും കൊറേഷ്യൻസിനും ഇവിടുത്തെ ഫുഡ് ഭയങ്കര ഇഷ്ടമാണെന്ന് തോന്നുന്നു. അവർ ഫാമിലി വന്നിരിക്കുന്നുണ്ട്. അപ്പോൾ അവരെ നമുക്ക് കാണിക്കാൻ പറ്റത്തില്ല, മോശം കേട്. അപ്പം ഇതിൻ്റെ ഇൻറ്റീരിയർ വർക്ക് നല്ല സൂപ്പറാട്ടോ. ഞാൻ കാണിക്കാം, സാവധാനം കാണിക്കാം. ഒന്ന് ട്രൈ ചെയ്ത്. നമ്മുടെ യൂറോപ്പിൽ വന്നിട്ട് ആദ്യത്തെ നമ്മുടെ ഗീ റോസ്റ്റ് മാതാവേ നോക്കട്ടെ. ചമ്മന്തി, സാമ്പാർ, സൂപ്പർ. നമ്മുടെ നാട്ടിലെ അതേ ടേസ്റ്റ്. ബട്ട് ചട്നിയിൽ എനിക്ക് തോന്നുന്നു പുതിയന എന്തോ ഇട്ടിട്ടുണ്ട്. പുതിയനയുടെ ടേസ്റ്റാണ് വരുന്നത്. എന്തായാലും നല്ല അടിപൊളിയായിട്ടുണ്ട് കേട്ടോ, നല്ല സൂപ്പർ. താങ്ക് യു. എന്താ പറയുക, ദോശ കഴിച്ചു കഴിഞ്ഞിട്ടോ, നല്ല അടിപൊളിയായിരുന്നു. പിന്നെ ദേ ലസ്സി ഇവിടെ കുറച്ചിരിക്കുന്നുണ്ട്, സൂപ്പറായിരുന്നു. ഇനി അടുത്തത് ഇവിടെ വന്നിട്ട് പൊറോട്ട കഴിക്കണമെന്നൊരു ആഗ്രഹം തോന്നി. അപ്പോൾ ഇവിടെ ബട്ടർ ചിക്കൻ മാത്രമേ ഉള്ളൂ, ബട്ടർ നാനില്ല. ഞാൻ ബട്ടർ നാൻ ഉണ്ടോയെന്ന് വെച്ചാൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഫുഡാണ് ബട്ടർ നാനും ബട്ടർ ചിക്കനും. അപ്പോൾ അതിവിടെ ഇല്ല. അപ്പോൾ ഈ പൊറോട്ട ഓർഡർ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഞാൻ ഈ സാധനം ഒന്നെടുത്ത് നോക്കട്ടെ, കണ്ടിട്ട് കുഴപ്പമില്ലെന്ന് തോന്നുന്നു. ഓക്കെ, അപ്പോൾ കുറച്ച് ബട്ടർ ചിക്കൻ കൂടി എടുത്ത് ടേസ്റ്റ് ചെയ്യാൻ പോവാണ്. കണ്ടിട്ട് നല്ല ലുക്കൊക്കെ ഉണ്ട്. മുകളിൽ എന്തൊക്കെയോ ഇട്ട് ഈ കിട്ടുന്ന ബട്ടർ ചിക്കനും ബട്ടർ നാനും പോലെയാണോ, ഇത് പൊറോട്ടയാണെന്നുണ്ടോ അത് മാത്രം, അതൊരു വ്യത്യാസമുണ്ട്. ഇത് കൊള്ളാം കേട്ടോ, എല്ലാം കറക്റ്റാണ്. ക്രീമി, പിന്നെന്താ പറയുക, ചിക്കൻ ഞാൻ എടുത്തില്ലായിരുന്നു. സൂപ്പറാണ്, ചിക്കനെല്ലാം നല്ലോണം വെന്തിട്ടുണ്ട്, സൂപ്പറായിട്ടുണ്ട്, ഒന്നും പറയാനില്ല. ബട്ടർ ചിക്കൻ, പിന്നെ പൊറോട്ട എക്സ്പെഷ്യലി നമ്മുടെ നാട്ടിലെ പൊറോട്ടയുടെ അത്ര പറ്റത്തില്ല, ബട്ട് എന്നാലും പൊറോട്ട ഗുഡ്, കൊള്ളാം. ഇതുണ്ട് ഒരു വെറൈറ്റി ഡെസേർട്ട് ഓർഡർ ചെയ്തിട്ടുണ്ട്, ഗുലാബ് ജാം ഓവർ സ്വീറ്റ് അല്ലേ, എനിക്ക് അത്രയും സ്വീറ്റ് ഇഷ്ടമല്ല. ഇപ്പോൾ ഞാനിവിടെ ഓൾറെഡി ഒരു സംഭവം പേര് ഞാൻ മറന്നുപോയി, മാംഗോ സംതിങ് ആണ് പറഞ്ഞത്, മറന്നുപോയി. അത് അവരോട് ഒന്നും കൂടി ചോദിച്ചിട്ട് പറയാം. ഈ സ്വീറ്റ് ഞാൻ ഇതിൻ്റെ കഴിച്ച് കഴിഞ്ഞിട്ട് ഈ സ്വീറ്റ് ടേസ്റ്റ് ചെയ്തിട്ട് അതും കൂടി പറയാം. ആക്ച്വലി ഇതുണ്ടല്ലോ, ഇപ്പം ഈ വന്നേക്കുന്ന ഡെസേർട്ട് മാംഗോ ഫിർമി എന്നാണ് അതിൻ്റെ പേര്. അപ്പം ഞാൻ പുള്ളിയോട് ചോദിച്ചിരുന്നു. അപ്പം ഞാനിത് ടേസ്റ്റ് ചെയ്തിട്ട് നോക്കാം, നോക്കിയിട്ട് പറയാം. കൊള്ളാം. ഇത് ശരിക്കും റൈസ് പുഡിംഗ് ആണ്. ഇതിൽ ഇച്ചിരി മാംഗോ ഉള്ളു, മാംഗോയുടെ ടേസ്റ്റ് എനിക്ക് കിട്ടുന്നില്ല. ഷുഗർ ഉണ്ട്, ബട്ട് ഇറ്റ്സ് ഓക്കെ, ഗുഡ്. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ.
അപ്പോൾ എൻ്റെ ഫുഡ് ഇവിടുത്തെ കഴിഞ്ഞു. ഇന്നത്തെ ഇറങ്ങാൻ പോവാണ്. നാളെ വീണ്ടും ജോലിക്ക് കയറണം. അപ്പോൾ ഓക്കെ, ബൈ. ബാക്കി കാര്യങ്ങൾ നമുക്ക് പിന്നെ കാണാം. ബൈ. ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, പിന്നെ ലൈക്ക് ചെയ്യണം. ഓക്കെ, ബൈ.